என்னடா இது? அதே கண்ணு, அதே மூக்கு, அந்த நட போல சேம் சார். அந்த ஜீவன் சார் எப்படி ஜெயராவும்? அதுதான் எனக்கு புரியல. ഹരി, ഒരു മായക്കാഴ്ച പോലെ തോന്നുന്നതാണോ ഇത്? ജീവനാണോ അതോ ജീവനെ പോലെ വേറൊരു ആളോ? അത് ജീവൻ തന്നെയാണ്. ഏത് വേഷത്തിൽ അവൻ എന്റെ മുൻപിൽ വന്നാലും എനിക്ക് അവനെ തിരിച്ചറിയാൻ പറ്റും. ഞാൻ പ്രസവിച്ചതല്ലേ അവനെ. ശരി, പക്ഷെ ജീവനാണെങ്കിൽ നമ്മുടെയൊക്കെ മുന്നിൽ നിൽക്കുമ്പോ അവൻ ഇങ്ങനെയൊക്കെ പെരുമാറും. നമ്മുടെ ഒന്നും ഒരു കാര്യവും അവൻ ചോദിച്ചില്ല. കമ്പനി എഗ്രിമെന്റും അത് തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ, അല്ല വേറെ എന്തെങ്കിലും അതല്ലാണ്ട് സംസാരിച്ചു. അതൊരു തന്ത്രമായിക്കൂടെ അമ്മാവ? ഈ ജയാറിലേക്ക് നമ്മൾ പോയ വഴിയൊന്ന് ആലോചിച്ചു നോക്കേ. ആരിലൂടെയാ? വീണയിലൂടെയും വിപിനിലൂടെയും. അവരുടെ ചിന്തകളൊക്കെ പണ്ടു ചെന്ന് അവസാനിച്ചിട്ടുള്ളത് ജീവനിൽ തന്നെയല്ലേ? അത് ശരി. ആനാ അവര് ജീവൻ എന്ന് പറഞ്ഞാലും അവർക്ക് ഇവളവ് പണം എങ്കിരുത് കിടച്ച്. ജയാറ് എവ്വളவு பெரிய ஆளு, அப்படி இல்லையா சுவாமி சொல்றது? ആ ചോദ്യം ശരിയാ. ജീവൻ നമ്മുടെ അടുത്ത് നിന്ന് പോയിട്ടിപ്പോ ഏറെക്കുറെ 4-5 മാസമല്ലേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഒരാൾക്ക് ഇത്രയധികം സമ്പാദിച്ചു കൂട്ടാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ 5 മാസത്തിനിടയിൽ നമ്മളെ ആരും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറാൻ ഒരാളെ കൊണ്ട് പറ്റുമോ? കൊല്ലാൻ തീരുമാനിച്ച് നടക്കുമ്പോഴും നിഷ്കളങ്കനാണെന്ന് എല്ലാരെയും വിശ്വസിപ്പിച്ച് നടക്കുന്ന ആളല്ലേ ജീവൻ. അതുകൊണ്ട് അതിൽ വലിയ പ്രത്യേകത ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഹരി, അത് അവനാണോ അല്ലയോ എന്നൊന്നും നോക്കി നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. അതവൻ തന്നെയാ. എത്ര നാളുണ്ടാവും, എത്ര കാര്യങ്ങൾ ചെയ്യുന്നു എനിക്കറിയില്ല. പക്ഷെ കുറച്ചു നാളുണ്ടാവും കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ. അതെനിക്കറിയാം. ഐ വിൽ കോൾ യു. എന്താ സ്വാമി? സാർ, അവരുടെ ഫണ്ട് തിരിച്ചു പിടിക്കാനുള്ള കാര്യം ഞങ്ങൾ തന്നെ ചെയ്യുമായിരുന്നല്ലോ സാർ. സാരഥിക്ക് ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് സ്പെഷ്യൽ ആയിരിക്കില്ലേ സ്വാമി? ഇതെനിക്ക് വളരെ വളരെ സ്പെഷ്യലാണ്. എനിക്കത് ഫീൽ ചെയ്തു. സ്വാമി, എനിക്കൊരു വീട് വേണം. സാറിന് തങ്ങാനോ? ഇവിടെ നല്ലൊരു അന്തരീക്ഷമല്ലേ? ഈ ഹോട്ടൽ റൂമുകൾ ഞാൻ മടുത്തു. സ്വാമി ഒരു നല്ല വീട് നോക്കുകയാണെങ്കിൽ കുറച്ചുനാൾ ഇവിടെ തങ്ങാന്നാണ് ഞാൻ കരുതുന്നത്. ഷുവർ സാർ, ഇന്ന് തന്നെ നോക്കാം. താങ്ക് യു സ്വാമി. നടപടികൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞല്ലോ സ്വാമി. ബാക്കി അവര് തീരുമാനിക്കട്ടെ. സാർ, സ്വാമിക്ക് എന്താ ചോദിക്കാനുണ്ടല്ലോ? ചോദിച്ചോളൂ. സാർ, വരുന്നവരെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരാണ് ജയ? എന്താണ് ഡീറ്റെയിൽസ് എന്ന് എനിക്ക് പോലും അറിയില്ലേ സാർ. നോ ഡീറ്റെയിൽസ്. സ്വാമിയുടെ മുമ്പിൽ ഇപ്പയും നിൽക്കുന്നതാണ് ജയ. ഇത് മാത്രമാണ് ജയ. ചില നേരത്ത് നമുക്കെല്ലാവർക്കും കുറെ കടമകളുണ്ടാവില്ലേ? എനിക്കുണ്ട് ചെയ്തു തീർക്കാൻ കുറെ കടമകൾ. അതെല്ലാം ഇവിടെ തന്നെയാ സാർ. ഐ ആം റിയലി സോറി സ്വാമി.
ഞാൻ ആര്, എൻ്റെ ലക്ഷ്യം എന്ത്, ആ ഡീറ്റെയിൽസ് ആളുകൾ ചർച്ച ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അവർക്ക് നമുക്കിടയിൽ കോൺട്രാക്റ്റുകളുണ്ടല്ലോ. ആ കോൺട്രാക്റ്റാണ് സംസാരിക്കുന്നത്. ഹരിയുടെ സംഘത്തിന്റെ പേരുണ്ടല്ലോ, നന്മ. നമുക്കും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സ്വാമി. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ആരെയും കൊല്ലാം. നമ്മൾ കൊല്ലും സ്വാമി. പണ്ടത്തെ രാജാക്കന്മാരെ പോലെ നമ്മളെ അനുസരിക്കാത്ത എല്ലാവരെയും നമ്മൾ കൊല്ലും. നാട്ടിൽ ജനാധിപത്യം, പക്ഷെ പണത്തിന്റെ മുമ്പിൽ എന്നും അടിമയും ഉടമയും മാത്രമേ ഉള്ളൂ. സോ കടമെടുത്ത ഹരിയും സംഘവുമാണ് അടിമ. അവർക്കൊരു ഉടമ JR.